ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയൽനെസ് സ്റ്റോറീസ് ജീഷ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ AWL അമൃത എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ട എല്ലാ സ്റ്റുഡൻസിനും കൺഗ്രാജുലേഷൻസ്. ഇനി ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇതുവരെ പേര് വരാത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടാത്ത കുട്ടികളോടാണ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പേര് വരാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്ന തീരെ റാങ്ക് കുറഞ്ഞ കുട്ടികൾ മറ്റുള്ള കോളേജസും കൂടെ അന്വേഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ള കോളേജസിലെ അഡ്മിഷൻ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, പലരും പോപ്പുലർ ആയിട്ടുള്ള കോളേജസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു കുട്ടി എനിക്ക് കമൻ്റ് ഇട്ടതാണ്, 8 ലക്ഷം ആണെന്ന് തോന്നുന്നു, 8 ലക്ഷം ഡൊണേഷൻ ചോദിച്ചു കേരളത്തിലെ ഒരു കോളേജിൽ നിന്ന്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ കോളേജിൽ ഇത്രയും ഡൊണേഷൻ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്തിന് ഇത്രയും കൂടുതൽ ഡൊണേഷൻ കൊടുത്തിട്ട്, ഡൊണേഷൻ ഇല്ലീഗലാണ് ആക്ച്വലി. ഇത്രയും ഡൊണേഷൻ കൊടുത്തിട്ട് എന്തിന് കേരളത്തിൽ തന്നെ പഠിക്കണം? നമുക്ക് പുറത്ത് കോളേജസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പുറത്തുള്ള കോളേജസിൽ നമുക്ക് അഡ്മിഷൻ ഡയറക്റ്റ്, നിങ്ങൾ ഏജൻസിയിലൊന്നും പെടാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഓൾറെഡി AEL എൻട്രൻസ് എക്സാം എഴുതി. അപ്പോൾ അതിൽ ഇതുവരെ ചെക്ക് ചെയ്യാൻ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത സെയിം അമൃതയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പാസ്വേഡും ഇമെയിലും അന്ന് കൊടുത്ത ആ സെയിം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഇതിൽ അലോട്ട്മെൻറ്റ് ടാബ് കാണാം. അതായത് അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറേ പേര് അത് കാണുന്നില്ല, അതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അത് കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. പിന്നെ അത് കൂടാതെ ഒരുപാട് കുട്ടികൾ ചോദിച്ച ഡൗട്ടാണ്, അലോട്ട്മെൻറ്റ് വന്നു, ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരിക, പിന്നെ അപ്ഗ്രഡേഷൻ എങ്ങനെയാണ്, അപ്ഗ്രഡേഷനിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പോൾ അപ്ഗ്രഡേഷൻ്റെ സമയത്ത് ഫീസ് കൊടുത്താൽ നമുക്കത് നഷ്ടപ്പെടുമോ എന്നൊക്കെ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെല്ലാം കൂടെ ഉള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഈ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിലും കൂടുതൽ ഇൻഫർമേഷനും അപ്ഡേറ്റ്സിനും വേണ്ടി നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കമൻറ്റ് ബോക്സിലുള്ള ഓരോ ഡൗട്ടിനും ആൻസർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ, അങ്ങനെ ഒരു Q&A മോഡലിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നാണ് എന്നുള്ളതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് June 11 പബ്ലിഷ് ചെയ്യുക എന്നാണ് അമൃത വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത്, നല്ല റാങ്ക് ഉണ്ട്, അതായത് 400 സംതിങ് റാങ്ക് ഉണ്ട്, പക്ഷേ അപ്ലൈ ചെയ്ത 2 കോഴ്സിലും അലോട്ട്മെൻറ്റ് വന്നില്ല എന്നുള്ളത്. മേ ബി അപ്ലൈ ചെയ്ത ആ 2 കോഴ്സും നല്ല കോമ്പറ്റീഷൻ ഉള്ളതായിരിക്കും. ഓൾറെഡി സീറ്റ് കുറവും കാൻഡിഡേറ്റ്സ് കൂടുതലും ഉള്ള കോഴ്സായിരിക്കും മിക്കവാറും നിങ്ങൾ ഓപ്റ്റ് ചെയ്ത 2 കോഴ്സും. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കുറേ പേര് ഫിൽട്ടർ ഔട്ട് ചെയ്തു പോകുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫീസ് അടയ്ക്കാനൊന്നും എല്ലാവർക്കും സാധിക്കില്ല, എല്ലാവരും ഇത് തന്നെ ഓപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോകുമ്പം ആ അലോക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യുക, ചിലപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവും. അടുത്ത് കുറേ കുട്ടികൾ ചോദിച്ച ഡൗട്ടാണ്, അവർ ഓൾറെഡി ഇപ്പം ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത് കൊച്ചി ആയിരുന്നു, പക്ഷെ അവർക്ക് കിട്ടിയത് ഫരീദാബാദാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത് ന്യൂക്ലിയർ മെഡിസിൻ ആണ്, പക്ഷെ കിട്ടിയത് വേറൊരു കോഴ്സാണ്. അങ്ങനെ കുറേ ഡൗട്ട്സ്, CVT ആണ്, അങ്ങനെ കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇനി അലോട്ട്മെൻറ്റ് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നല്ലോ, അപ്പോൾ ചില കുട്ടികളൊക്കെ ഹാപ്പിയാണ്, ഓൾറെഡി അവർ അവർക്ക് വിചാരിച്ചതുപോലെ കിട്ടി, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇനി അവർ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യനും കൂടെയുള്ള ആൻസർ രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓൾറെഡി പ്രിഫറൻസ് വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോഴ്സ് അത് മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
എന്ന് വെച്ചാൽ അമൃതയുടെ ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ബ്രാഞ്ച് അല്ലെങ്കിൽ ക്യാമ്പസ്, പിന്നെ അല്ലെങ്കിൽ ഫീസ് ലാബിൽ മാറ്റാൻ പറ്റും. അല്ലാതെ കോഴ്സ് മാറ്റാൻ പറ്റുമെന്നോ നിങ്ങളുടെ പ്രിഫറൻസ് മാറ്റാൻ പറ്റുമെന്ന് മാറ്റാൻ പറ്റില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അമൃതയിൽ കോൺടാക്റ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിപ്പം കോഴ്സിന് മാറാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം. പക്ഷേ എൻ്റെ ഒരു അറിവിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ഗ്രേഡേഷൻ ചെയ്യുന്ന സ്റ്റെപ്സ് ഞാൻ മുന്നോട്ട് പറയും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നിങ്ങൾ എന്ത് കാര്യവും ചെയ്യുന്ന സമയത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ മോസ്റ്റ്ലി കമൻറ്റ് ബോക്സ് കണ്ട ഒരു ക്വസ്റ്റ്യൻ, അതായത് ഫരീദാബാദിലാണ് കിട്ടിയത്, കൊച്ചിയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് നിങ്ങളിനി അഥവാ നിങ്ങൾക്ക് മാറാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഫരീദാബാദിലാണ് അഡ്മിഷൻ കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് കൊച്ചിയിലേക്ക് ട്രൈ ചെയ്യാം. പക്ഷേ കിട്ടണം എന്നൊരു ഉറപ്പുമില്ല. പക്ഷേ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ, അതായത് ഫസ്റ്റ് കിട്ടിയ ഫരീദാബാദ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡുള്ള കോളേജിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ളൊരു ട്രൈ നോക്കാൻ പറ്റുള്ളൂ. അതായത് അത് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഉള്ളത് ആക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അമൃതയുടെ വെബ്സൈറ്റ് കയറി പാസ്വേഡും നിങ്ങളുടെ ഇമെയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളുടെ സീറ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ ആ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ബ്രാഞ്ചാണ്, ക്യാമ്പസാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീസ് ലാബ് അലോക്കേഷൻ എങ്ങനെയാണ് എന്നൊക്കെ പരിശോധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഫീസ് കണ്ടു, അപ്പോൾ അതെല്ലാം കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾക്ക് ഇതല്ല, പക്ഷേ മറ്റേതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത് കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു അലോട്ടഡ് സീറ്റ് ഉണ്ടാവുമല്ലോ, അതിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ആക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൗൺസിലിംഗ് പ്രോസസ്സിൽ തുടരാൻ പറ്റുള്ളൂ. അതായത് ആ സീറ്റ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുള്ളൂ. നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങളെല്ലാവരും സീറ്റ് ആക്സെപ്റ്റ് ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ അലോക്കേഷൻ ഉടൻ ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തുടർന്നുള്ള റൗണ്ട്സിലൊന്നും നിങ്ങൾ ഉണ്ടാവില്ല, റിമൂവ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഫീസ് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ അത് എത്രയാണെന്ന് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ യൂഷ്വലി 50,000 to 1 lakh ഒക്കെയാണ് നിങ്ങൾക്ക് ഫീസ്. അത് അവിടെ തന്നെ എത്ര പേയ്മെൻറ്റ് അടയ്ക്കണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. 1 lakh ഒക്കെ ആയിരിക്കും പാർഷ്യൽ ട്യൂഷൻ ഫീസ്. അതായത് നിങ്ങളുടെ ട്യൂഷൻ ഫീസിൻ്റെ പാർഷ്യലാണ് നിങ്ങൾ ഇതിലൂടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ നിലവിലെ സീറ്റ് ഹോൾഡ് ചെയ്യുന്നതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് അവർ യൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സീറ്റിൽ അപ്ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ ഈ തുക എന്ത് ചെയ്യും, നഷ്ടപ്പെടില്ല. ഈ തുക നിങ്ങളുടെ പുതിയ സീറ്റിലേക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത പക്ഷത്തിൽ റൗണ്ട് 1 നിങ്ങളുടെ സീറ്റില്ലേ, ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് തന്നെ സെക്യൂർ ചെയ്യാൻ ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്യും. ഇനി എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് അപ്ഗ്രേഡ് ഓപ്ഷൻ, അപ്പോൾ ഫീസൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അടച്ചു, പാർഷ്യൽ ഫീസ് അടച്ചതിന് ശേഷം അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചൂസ് ചെയ്യാം. അതിൽ പേയ്മെൻറ്റ് നിങ്ങൾ സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം, ആ പാർഷ്യൽ ഫീസ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ പോർട്ടലിൽ തന്നെ 2 ഓപ്ഷൻ കാണിക്കും, ആക്സെപ്റ്റ് ആൻഡ് കൺഫേം. ആക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സീറ്റ് തന്നെ കൺഫേം ചെയ്യാൻ പറ്റും. ഫ്രീസ് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഒരു സീറ്റ് തന്നെ നിലനിർത്തുകയും കൗൺസിലിംഗ് പ്രോസസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ ഉള്ള സീറ്റ് തന്നെ മതി എന്നുള്ളവർക്ക് ആക്സെപ്റ്റ് ആൻഡ് കൺഫേം കൊടുക്കാം. അങ്ങനെ അവിടെ അത് നിങ്ങളുടെ കൗൺസിലിംഗ് പ്രോസസ്സ് എക്സിറ്റ് ആവും നിങ്ങൾ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സീറ്റ് കൺഫേം ആയി, എന്താ വെച്ചാൽ പാർഷ്യൽ ഫീസ് അടച്ചല്ലോ. അല്ലെങ്കിൽ അടുത്തത് ആക്സെപ്റ്റ് ആൻഡ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരിതുണ്ട്.
ആക്സെപ്റ്റ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് മറ്റേതും കൂടെ നോക്കണം. അതായത് നിലവിലെ സീറ്റ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് റൗണ്ട് 2 ഹയർ പ്രിഫറൻസിനായിട്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സീറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആക്സെപ്റ്റ് ആൻഡ് അപ്ഗ്രേഡ് ചൂസ് ചെയ്യാം. അപ്ഗ്രേഡ് തന്നെ അപ്ഗ്രേഡേഷൻ ഫിൽട്ടർ എന്നുള്ളത് ചൂസ് ചെയ്യണം. അപ്ഗ്രേഡേഷൻ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് പ്രോസസ്സ് എങ്ങനെ നടക്കണമെന്ന് അമൃത നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് അപ്ഗ്രേഡേഷൻ വേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഫിൽട്ടർ ഉള്ളത്. അപ്പോൾ അതിലൊരു അക്കാഡമിക് അപ്ഗ്രേഡും ഉണ്ടാവും, ഫീസ് ലാബ് അപ്ഗ്രേഡും ഉണ്ടാവും. അപ്പോൾ അതിൽ അക്കാഡമിക് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രിഫേർഡായ ബ്രാഞ്ച് അല്ലെങ്കിൽ ക്യാമ്പസ് ലഭിക്കാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് പിന്നെ കൊച്ചി ക്യാമ്പസിലേക്ക് മാറണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു അക്കാഡമിക് അപ്ഗ്രേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫീസ് ലാബ് ഇപ്പോൾ ഉള്ളതിലേക്കാണ് കൂടുതലാവാനും ചാൻസ് ഉണ്ട്. അപ്പം അതിനായി നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ഫീസ് ലാബിലേക്ക് മാറേണ്ടി വന്നാലും നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ള കുട്ടികൾക്കാണ് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അടുത്തത് ഫീസ് ലാബ് അപ്ഗ്രേഡ് ആണ്. നിലവിലുള്ള ബ്രാഞ്ച് അല്ലെങ്കിൽ ക്യാമ്പസ് തന്നെ നിങ്ങൾക്ക് മതി, പക്ഷേ നിങ്ങൾക്ക് ഫീസ് കുറയ്ക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫീസ് ലാബ് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിൽ ചെയ്തു നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ, അതിൽ ഓപ്ഷൻ കണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഇത് ചെയ്ത് തുടങ്ങുമ്പം ഞാനീ പറഞ്ഞത് കറക്റ്റ് ആ സിമിലർ വേർഡ്സ് എല്ലാം വരണമെന്നില്ല. അതിൽ ഫിൽട്ടർ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ AWEL ആദ്യമായിട്ടാണ് ഒരു CSAP പ്രൊസീജിയർ വരുന്നത്. അമൃതയുടെ മറ്റ് എക്സാമുകൾക്കൊക്കെ നടന്ന എങ്ങനെയാണോ CSAP അലോട്ട്മെൻ്റ് ഒക്കെ നടന്നത്, ആ ഒരു ബേസിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഫീസ് സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാവാൻ ഫീസ് ലാബ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 3-2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ 3-ലുള്ള ഫീസ് ലാബിലുള്ളവരാണെങ്കിൽ ഫീസ് ലാബ് 2-ലേക്ക് മാറാൻ പറ്റും എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അപ്ഗ്രഡേഷനൊക്കെ ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതായത് June 11 വരെ വെയിറ്റ് ചെയ്യുക. ഡാഷ്ബോർഡിൽ മറ്റ് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടതില്ല. സീറ്റ് ലഭിച്ച സ്റ്റുഡൻസ് പ്രിഫറൻസ് ഓർഡർ ഒന്നും മാറ്റാൻ സാധിക്കില്ല. പക്ഷേ ജസ്റ്റ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ റൗണ്ട് 2ൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം അമൃതയുടെ വെബ്സൈറ്റിൽ, അതായത് നിങ്ങൾ ഈ സെക്കൻഡ് ടൈം അലോട്ട്മെൻറ്റ് വരിക June 11 പറഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ വെബ്സൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അഥവാ അപ്ഗ്രേഡ് ലഭിച്ചാൽ നിങ്ങളുടെ പഴയ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരാൾക്ക് അലോക്കേറ്റ് ചെയ്യും. പിന്നെ പുതിയ സീറ്റ് ഹയർ ഫീസ് ലാബ് ആണെങ്കിലും അധിക ട്യൂഷൻ ഫീസ് ഡിഫറൻസ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ലഭിക്കാത്ത പക്ഷം നിങ്ങളുടെ റൗണ്ട് 1 ഏത് സീറ്റാണോ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏത് സീറ്റാണോ അത് തന്നെ സേഫായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പാർഷ്യൽ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 8 June ആണ്. അപ്പോൾ 8-നുള്ളിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് ക്യാൻസലായി പോകും, ശ്രദ്ധിക്കുക. പിന്നെ 19th June ആണ് ലാസ്റ്റ് ഡേറ്റ് ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ട, എല്ലാ ഫുൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 19th June ആണ്. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫീസിനെ കുറിച്ച്, റീഫണ്ടിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അമൃതയിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് കിട്ടിയത് സ്കോളർഷിപ്പ് സീറ്റാണോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഫീസ് ലാബ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീസിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്യൂഷൻ ഫീസാണ് ഇപ്പോഴത്തെ ഫീസ് ലാബിൽ കാണിക്കുന്നതെന്നാണ് വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പം മിക്കവാറും നിങ്ങളുടെ സ്കോളർഷിപ്പ് സീറ്റ് മാറിയിട്ട് നോൺ സ്കോളർഷിപ്പ് സീറ്റ് ആവാനുള്ളൊരു ചാൻസ് കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്നത് എല്ലാവർക്കും സ്കോളർഷിപ്പ് സീറ്റ് ആണെന്ന് അല്ല, ചിലർക്കെങ്കിലും സ്കോളർഷിപ്പ് സീറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സിനും ഇൻഫർമേഷനും വേണ്ടി നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.